ശ്രീ അഹമ്മദ് ദേവർകോവിൽ, അങ്ങേക്ക് 8 മിനിറ്റ്. സർ, ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇവിടെ അവതരിപ്പിച്ച ധനവിനിയോഗ 2ാം ബില്ലിനെ പ്രഥമമായി ഞാൻ പിന്തുണക്കുകയാണ്. സർ, ഈ സഭാ സമ്മേളന കാലയളവിൽ പ്രതിപക്ഷ ബെഞ്ച്, വിശിഷ്യ മുസ്ലിം ലീഗ് വല്ലാത്ത അർമാദത്തിലാണ്. UDF വിജയമാണ് ഇതിൻ്റെ നിദാനമെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നാമെങ്കിലും യഥാർത്ഥ കാരണം അതല്ല തന്നെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അപമാനം കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പച്ചക്കൊടി പിടിച്ചതിന് മലപ്പുറത്ത് KSUക്കാർ അവരുടെ പുറം ചെണ്ടയാക്കിയിരുന്നു. ലീഗിൻ്റെ തലമുതിർന്ന കാരണവന്മാരെ കൊണ്ട് PP വിളിപ്പിച്ചും ബലൂൺ വീർപ്പിച്ചും തെരുവിൽ നടത്തിച്ചിരുന്നു. വയനാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ പച്ചപ്പതാക കാണാതിരിക്കാൻ ത്രിവർണ്ണ പതാകയും താഴെ വെച്ചവരാണ് ഈ പ്രതിപക്ഷം. സർ, അതുകൊണ്ട് UDFൻ്റെ ഈ ആഹ്ലാദ നൃത്തം കണ്ടപ്പോൾ എനിക്കെൻ്റെ വിദ്യാർത്ഥി കാലഘട്ടം ഓർമ്മയിൽ വരികയാണ്. സർ, പഴയ കാലത്ത് ഇന്നത്തെ പോലെ ലൈറ്റും വെളിച്ചവും ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് ഞങ്ങൾ കുട്ടികൾ രാത്രി മദ്രസ പഠനം കഴിഞ്ഞ് ഇടുങ്ങിയ ഇടവഴികളിലൂടെ ഇരുട്ടിലാണ് വീട്ടിലേക്ക് മടങ്ങുക. എല്ലാവർക്കും പേടിയുണ്ടാകും. ആ പേടി അറിയിക്കാതിരിക്കാൻ എല്ലാവരും ഉറക്കെ ഓതിയും പാട്ടുപാടിയും എങ്ങനെയെങ്കിലും വീട് പിടിക്കും. അതുപോലെയുള്ള ഒരു പാട്ടും ഓത്തുമായിട്ടാണ് പ്രതിപക്ഷത്തിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നത്. സർ, അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, യൂണിയൻ സർക്കാരിൻ്റെ ജനാധിപത്യ, ഫെഡറൽ, മതനിരപേക്ഷ വിരുദ്ധമായ നയനിലപാടുകൾക്കെതിരെ LDF ബഹുജനങ്ങളെ അണിനിരത്തി അതിശക്തമായ സമര പോരാട്ടങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ മാത്രം ഗുണഭോക്താക്കളാണ് UDF എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. LDF പാകപ്പെടുത്തിയ ഈ മണ്ണിൽ ഇന്ത്യ മുന്നണി എന്ന വിത്തെറിഞ്ഞാണ് 18 സീറ്റിൻ്റെ വിളവെടുപ്പ് UDFന് സാധ്യമായതെന്ന് അവർക്കറിയാം. ആ വിജയകാലം ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ അവസാനിച്ചെന്നും അവർ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. 2, ദേശീയപാത, കെയിൽ പൈപ്പ് ലൈൻ, കണ്ണൂർ വിമാനത്താവളം, ഇടമൺ കൊച്ചി പവർ ഹൈവേ, കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുടങ്ങിയ പശ്ചാത്തല വികസന പദ്ധതികൾ വിസ്മയിക്കുന്ന വേഗതയിൽ പൂർത്തിയാക്കിയ LDF സർക്കാർ കേരളത്തിൻ്റെ സാമ്പത്തിക, വ്യാവസായിക, വാണിജ്യ, ടൂറിസം രംഗങ്ങൾ നടത്തിയ വമ്പം വികസനങ്ങളെക്കുറിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ തീരെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളും ഏത് വിധേനയും അതിന് അന്ത്യം കുറിക്കണമെന്ന നാടിൻ്റെ ഏക ലക്ഷ്യവും മാത്രമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആകെയുള്ള പ്രചരണ പരിസരം. സർ, എന്നാൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും നേരത്തെ സൂചിപ്പിച്ച വികസന കുതിപ്പുകളാകും ചർച്ചയും വോട്ടർമാരുടെ പരിഗണനയും. അങ്ങനെ വന്നാൽ നിശ്ചയം LDF തിളങ്ങുന്ന വിജയം നേടുമെന്ന് മറ്റാരെക്കാളും അറിയുന്നത് UDFനാണ്. അതുകൊണ്ട് തന്നെയാണ് UDF ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കേന്ദ്ര സർക്കാർ വിരുദ്ധ ജനവിധി എന്ന ഘടകത്തെ പൂർണ്ണമായി അവഗണിച്ച് മറ്റ് കഥകളും ആഖ്യാനങ്ങളും ചമച്ചുകൊണ്ടിരിക്കുന്നത്. സർ, തെരഞ്ഞെടുപ്പ് വിജയത്തെ ആസ്വദിച്ച് ബഹുമാനപ്പെട്ട ചില ഈ ലീഗ് അംഗങ്ങൾ ഇവിടെ സംസാരിച്ചു. അവരുടെ മൊഴിയിലും ശരീരഭാഷയിലും വല്ലാത്ത അഹന്തയുടെ ഭാഷയും ശൈലിയും കാണുന്നുണ്ട്. എനിക്കവരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ലീഗിൻ്റെ ഉരുക്ക് കോട്ടകളായിരുന്ന കുറ്റിപ്പുറവും മങ്കടയും തിരൂരും പെരിന്തൽമണ്ണയും ഇടതുപക്ഷത്തിൻ്റെ വിജയപതാക പാറിയ നാളുകൾ ഒരിക്കലും മറക്കരുതെന്നാണ്. കുമ്പസരിച്ചും കണ്ണീർ വാർത്തും ഹൃദയം പൊട്ടിയും നിങ്ങളിൽ പലരും നടന്ന കാലവും ആ കറുത്ത മുഖവും ആരും ഇന്നും മറന്നിട്ടില്ല. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ പിൻബലത്തിലാണ് മൃതപ്രാണനായ കോൺഗ്രസിനെ ഇന്ന് കാണുന്ന ജീവനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചെന്ന യാഥാർത്ഥ്യം ഒരിക്കലും നമുക്ക് മറന്നുകൂടാ. പിന്നെ ചില ബഹുമാന്യരായ ലീഗങ്ങൾ ലീഗിൻ്റെ മതേതര മികവിനെക്കുറിച്ച് ഇവിടെ പറയുന്നതിനിടയിൽ കോഴിക്കോട്ട് LDF സ്ഥാനാർത്ഥി സഖാവ് എളമരം കരീമിനെ കരീംക എന്ന് വിശേഷിപ്പിച്ചത് LDFൻ്റെ മുസ്ലിം പ്രീണനത്തിൻ്റെ വകഭേദമാണെന്ന ധ്വനിയിലാണ്. സർ, അവരോട് വിനയപൂർവ്വം പറയാനുള്ളത്, അത് ഞങ്ങൾ കോഴിക്കോടിൻ്റെ സ്നേഹഭാഷയാണ് എന്നാണ്. ഞങ്ങൾ ജാതിമത രാഷ്ട്രീയത്തിനപ്പുറം മുതിർന്നവരെ കരീംക, അഹമ്മദ് ക എന്നും രാഘവട്ടൻ, കേളുവട്ടൻ എന്നും വിളിക്കും. അത് കോഴിക്കോടൻ ഹൽവ പോലെയുള്ള മധുരമുള്ള കോഴിക്കോടിൻ്റെ സ്നേഹവിളിയാണ്. അതിനപ്പുറം അതിന് യാതൊരു മാനങ്ങളുമില്ല. സർ, മലപ്പുറത്തെ ലീഗ് കോട്ടകളിലെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നിരീക്ഷിക്കാൻ അവസരം ലഭിച്ചവർ മുക്കത്ത് വിരൽ വെക്കുന്നതായിരുന്നു അവരുടെ ക്യാമ്പയിൻ. പൊന്നാനിയിലെ ലീഗ് സ്ഥാനാർത്ഥിക്കായി സ്ഥാനാർത്ഥിയുടെ തന്നെ 2 അഭ്യർത്ഥനകൾ ഞാൻ നേരിട്ട് കണ്ടു. ഒരേ വരികൾ, ഒരേ ആശയം, പക്ഷേ ഒന്നിൽ തൊപ്പിയിട്ട് സമദാനി, മറ്റൊന്നിൽ തൊപ്പിവെക്കാത്ത സമദാനി.
ഹിന്ദു വീടുകളിലും മുസ്ലിം വീടുകളിലും വിതരണം ചെയ്യാൻ ഒരേ അച്ചുകൂടത്തിൽ നിന്ന് അടിച്ച് വിതരണം ചെയ്തതിന് നേർസാക്ഷികളാണ് നാം. എന്നിട്ടാണ് ഇവിടെ ലീഗിൻ്റെ മതനിരപേക്ഷതയുടെ പ്രഘോഷണം നടത്തുന്നത്. സർ, ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ദേശാഭിമാനി 1-ാം പേജിൽ ലീഡ് നൽകിയില്ലെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞിരുന്നു. സർ, മണിപ്പൂരും മോദിയുടെ ജനാധിപത്യ വിരുദ്ധതയുമെല്ലാം ഇടതുപക്ഷ അംഗങ്ങൾ എത്രയോ തവണ പാർലമെന്റ് വലിച്ചു കീറിയതാണ് സർ. ആയതിനാൽ ശ്രീ രാഹുലിൻ്റെ പ്രസംഗത്തിൽ അർമാദിക്കാൻ മാത്രം ഇടതുപക്ഷം അതിൽ പ്രത്യേകത കാണുന്നില്ല. എന്നാൽ കോൺഗ്രസ്, ലീഗ്, ജമാഅത്ത്, പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ആവേശപ്പെടാൻ അവകാശമുണ്ട്. കാരണം പതിറ്റാണ്ടുകൾ ലോക്സഭയിൽ സാമാജികനായ ശ്രീ രാഹുൽ ഒന്നും ആരോടും പറയാറുണ്ടായിരുന്നില്ലല്ലോ. കത്തുവ, ഹാത്രസ്, ഡൽഹി കലാപം, ആൾക്കൂട്ട കൊലപാതകം, ബുൾഡോസർ രാജ്, ചരിത്രപ്രധാനമുള്ള പ്രദേശങ്ങളുടെ മുസ്ലിം നാമം എടുത്തുമാറ്റൽ, ഏക സിവിൽ കോഡ്, CAA, കരിക്കുലത്തിൻ്റെ ഭാവി കാവ്യവൽക്കരണം, ബാബരി മസ്ജിദ്, കർഷക സമരങ്ങൾ, UAPA, ED നിയമങ്ങളിലെ കൊടിയ ഫെഡറൽ ജനാധിപത്യ വിരുദ്ധത, കേരളം ഉൾപ്പെടെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ കഴുത്ത് ഞെരിച്ച് ന്യായമായ വിഹിതം അപഹരിച്ച് തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് മൃദുഹിന്ദുത്വയുടെ തടവിലായിരുന്നു സാർ. സ്വന്തം പതാകയും ലീഗിൻ്റെ പതാകയും അഴിച്ചുമാറ്റി BJP ഭയന്ന് ഉടുപ്പിലൊളിപ്പിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട UDF-ന് തീർച്ചയായും ശ്രീ രാഹുലിൻ്റെ പ്രസംഗം ഉൾപ്പുളകമുണ്ടാക്കും. കാരണം അത്രമേൽ മൃദുഹിന്ദുത്വത്തിന് തടവരയിലായിരുന്നു അവർ. സർ, എന്നാൽ വർഷങ്ങളായി ഇന്ത്യൻ പാർലമെന്റിൽ ജോൺ ബട്രാസും മെഹ്വാ മേത്രയും ബിനോയ് വിശ്വത്തിൻ്റെയും സംഘപരിവാറിനെതിരെ നടത്തിയ എത്രയോ തീപ്പൊരി ഭാഷണങ്ങൾ കൊണ്ടും ജയ് വിളിച്ചും ആവേശം കൊണ്ട ഇടതുപക്ഷ പ്രവർത്തകർക്ക് ഇതിൽ പ്രത്യേകം ആവേശം കാണില്ല സർ. കാരണം ഞങ്ങളുടെ പ്രതിനിധികൾ ശ്രീ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പറയാത്ത ഒന്നും ശ്രീ രാഹുൽ പ്രത്യേക പറഞ്ഞിട്ടില്ല സർ. എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ നടത്തിയ പ്രസംഗം കോൺഗ്രസ്, ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നീ സഖ്യത്തെ കോൾമയർ കൊള്ളിക്കും. അതിൽ അത്ഭുതമില്ല. കാരണം അവർക്കിത് ആദ്യ അനുഭവമാണ് സർ. രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നായ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചിലവഴിച്ച സംഖ്യയുടെ ബില്ലുകൾ തയ്യാറാക്കി ക്യാപെക്സിൽ സമർപ്പിച്ചിട്ട് പോലും മുട്ടുപോക്ക് ന്യായങ്ങൾ പറഞ്ഞ് കേന്ദ്രം തരേണ്ട പണം തരാതിരുന്നപ്പോൾ അതിനെതിരായി കാമ എന്ന അക്ഷരം പറയാൻ ഈ UDF തയ്യാറായിട്ടില്ല എന്ന ദുഃഖസത്യം കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സർ, അന്താരാഷ്ട്ര തുറമുഖം ഈ ബജറ്റ് കാലയളവിൽ പൂർണ്ണ സജ്ജമാകാൻ പോകുന്നത് കേരളത്തിന് മുതൽക്കൂട്ടാണ്. ലോക ഭൂപടത്തിൽ കേരളത്തിന് പ്രത്യേക സ്ഥാനം ലഭിക്കാൻ പോകുന്നു. ഈ തുറമുഖത്തിന്റെ പ്രവർത്തനം നാടിന്റെ സർവതല സ്പർശിയായ വികസനത്തിന് ചാലശക്തിയാകുമെന്ന് ഉറപ്പാണ്. ഒരു വശത്ത് യൂണിയൻ സർക്കാരിന്റെ കടുത്ത അവഗണന, മറുവശത്ത് ആഗോളതലത്തിലെ യുദ്ധങ്ങളും സാമ്പത്തിക മാന്ദ്യവും നമുക്ക് ഏൽപ്പിക്കുന്ന ആഘാതവും അവയെല്ലാം നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട്. ഓക്കിയും പ്രളയങ്ങളെയും കോവിഡ് മഹാമാരിയും ഒറ്റക്കെട്ടായി കരുത്തോടെ നേരിട്ട കേരളം ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ച് പൂർവാധികം ശക്തിയോടെ മുന്നേറുമെന്ന് ഉറപ്പാണ് സർ. ഇവിടെ അവതരിപ്പിച്ച ധനബില്ലിനെ ഒരിക്കൽ കൂടി ഞാൻ പിന്തുണക്കുന്നു.